നമസ്കാരം സുഹൃത്തുക്കളെ, സുഖമല്ല എല്ലാവർക്കും. ഒളിച്ചോട്ടം ഷെഹിലേഷ് എന്താണ് പെണ്ണിന്റെ പേര്? ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ്. ഇപ്പൊ ഒരു പെണ്ണ് ഒളിച്ചോടുമ്പോ ആ പെണ്ണ് ഒരു ശാരീരിക സുഖം നോക്കി ഇതുകൊണ്ട് മാത്രം ഒളിച്ചോടുന്നതാണോ? അങ്ങനെയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആണിന്റെ ആയാലും പെണ്ണിന്റെ ആയാലും അഭിപ്രായം എന്ന് പറഞ്ഞാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ശാരീരിക സുഖം മാത്രമാണ് നോക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഒളിച്ചോടാതെ ആ ഭർത്താവ് നാട്ടിലേക്ക് വരുമ്പം ഒരു 1-2 മാസം അല്ലെങ്കിൽ 3 മാസം ഭർത്താവിന്റെ കൂടെ നിന്നിട്ട് ഭർത്താവ് തിരിച്ചു പോകുമ്പം വീണ്ടും അവരുടെ അവിഹിതം എന്ന് പറഞ്ഞാൽ പോരെ? ഒരു മനസ്സുകൊണ്ട് പോലും ഒപ്പം ജീവിക്കാൻ കഴിയാത്ത വിധം എന്തുകൊണ്ട് പിന്നെ ആ പെണ്ണിന് ഒപ്പം ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ആരുടെ പോരായ്മയാണത്? ആ പെണ്ണിന്റെ ആണോ? അല്ലല്ലോ, അത് ആ ഭർത്താവിന്റെ പോരായ്മയല്ലേ? ഇനി ഭർത്താവ് നാട്ടിൽ പോകുമ്പം ആ പോരായ്മ അല്ലെങ്കിൽ ആ കുറവ് നികത്തേണ്ടത് ആരാണ്? ഭർത്താവിന്റെ വീട്ടുകാരല്ലേ? ഇങ്ങനെ ഒരു സൗഹൃദ സംഭാഷണങ്ങളും ചിരിയും കളിയൊക്കെ ആയിട്ട് എന്നാൽ ഞാൻ ഇത്രയും ദൂരത്താണ്, അവൾ അവിടെയാണ്, എന്നെ അവളെ മിസ് ചെയ്യും, ഞാൻ ഇല്ലാത്ത കുറവ് തന്നെയാണ്, അത് മനസ്സിലാക്കി സംസാരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഭർത്താവല്ലേ? ഇതില്ലാതിരിക്കുമ്പോഴല്ലേ ഒരു 3-ാം പേഴ്സണിലേക്ക് കയറുന്നത് അല്ലേ? നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. നല്ലതാണെങ്കിൽ ബുദ്ധിമുട്ടിൽ ജീവിതം ജീവിക്കണ്ട, നീ തലാക്ക് എടുക്കുക അല്ലെങ്കിൽ തലാക്ക് വാങ്ങ്, അല്ലെങ്കിൽ ആ പെണ്ണ് തലാക്ക് എടുത്തുങ്ങാണ്ട് പിന്നെ ഒരു ജീവിതം വേറെ വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കും. അല്ലാതെ ഇങ്ങനെ പോയിട്ട് കുറെ കഴിഞ്ഞങ്ങാണ്ട് ഇപ്പം ആ ചങ്ങായിന്റെ എന്താണ്, ആ ചങ്ങായിക്ക് 6 മാസം പ്രായ കുട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. ആ പെണ്ണ് എന്തായിരിക്കും ആലോചിക്ക്? ആ ചങ്ങായിന്റെ മനസ്സ് നല്ലതാണോ? ഒരിക്കലും അല്ല. ആണെങ്കിൽ ആ ചങ്ങായി ചെയ്യോ? കണ്ണീച്ചോരല്ലെന്ന് പറയാം നമുക്ക്. ഒന്നാമത് നമ്മുടെ എന്താ പറയാ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും 3-ാം പേഴ്സണിലേക്ക് എത്തിക്കരുത്. എത്തിച്ചു കഴിഞ്ഞാല് അവരെന്ത് കാട്ടും? അത് അഡ്വാൻറ്റേജ്, അതിന് കൂടെ പിടിച്ചു കയറുവര്. മനസ്സിലായില്ലേ? ഒരു ഭർത്താവ് ക്ലിയർ ആയി നിന്നാൽ അത്രേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് പലതും തോന്നും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കുറ്റക്കാരിയാവുന്നത് അവർ ചാടിപ്പോകുന്ന സമയം തൊട്ടാണ്. ആ ചാടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവ് ഏറ്റവും ന്യായമുള്ള ആളായി, ആ പെണ്ണ് പിന്നെ ശാരീരിക സുഖം ആഗ്രഹിച്ച് പോയ ഒരാളായി ചെയ്തു. അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കണത്? വന്ന് പറയുന്നു, കരയുന്നു. പിന്നെ ആ പെണ്ണിന് അറിയാം തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ആ പെണ്ണ് എനിക്ക് വരണ്ട, ഞാൻ ഇനി എന്റെ പോയിക്കൊണ്ട്. കാരണം ആ പെണ്ണിന് മനസ്സിലായി, ഇനി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും മോശക്കാരിയായിട്ട് അവിടെ നിൽക്കേണ്ടി വരും, എന്നെ എല്ലാവരും അങ്ങനെ കാണുള്ളൂ, ഇനിയിപ്പോൾ ഈ ജീവിതം എങ്ങനെ ജീവിക്കുക എന്നായിരിക്കും അവർ ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോവുക. ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ല, വീട്ടിൽ പോവുക, തലാക്ക് വാങ്ങിക്കുക, എത്തിരുന്ന് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുക. ചാടിപ്പോയി കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടുകാര്, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങൾക്ക് അനിയത്തിമാരോ അനിയന്മാരോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരുടെ അവരുടെ ഭാര്യമാരുടെ വീട്ടുകാർ, എല്ലാവരും ഭർത്താക്കന്മാരുടെ വീട്ടുകാർ, പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെ അങ്ങനെ എല്ലാവരും നിങ്ങൾ ഒറ്റൊരാളുടെ തീരുമാനം കൊണ്ട് തല താഴ്ത്തി നടക്കേണ്ടി വരികയാണ് അല്ലേ? പിന്നെ ഇത് ഞാൻ ചാടിപ്പോയ ഒരാളെ ന്യായീകരിച്ചിങ്ങാണ്ട് നിൽക്കുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരാള് ചാടിപ്പോകുന്ന ഒരാളെ എന്താ പറയാ, അങ്ങനൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഭർത്താക്കന്മാർക്കുള്ളൊരു വീഡിയോ ആണ്. ഭാര്യമാരെ നല്ലപോലെ സ്നേഹിക്കുന്നൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവർക്കിടയിലേക്ക് വേറൊരാൾ കയറി ചെല്ലൂല. പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാല് ഭയങ്കര സ്വാതന്ത്ര്യം കൊടുത്തുങ്ങാണ്ട് 3-ാമതൊരാളെ അലോ ചെയ്തെങ്ങാണ്ട് അതും വിശ്വാസത്തിൽ എനിക്ക് നിന്നെ വിശ്വാസടാ എന്ന് പറഞ്ഞെങ്ങാണ്ട് അതൊന്നുമല്ല. പരിധി ലിമിറ്റ് വെച്ച് വില വെച്ച് അതിന്റെ അപ്പുറത്തേക്ക് ആ ഒരു പോസിറ്റീവ്നെസ്സും എല്ലാം കറക്റ്റ് കാണിച്ച് ജീവിക്കേണ്ടത് തന്നെയാണ് ഭാര്യ-ഭർത്ത ബന്ധം. ഓവറായിങ്ങാണ്ട് സ്വാതന്ത്ര്യം കൊടുത്താൽ കൂട്ടുകാരന് കൊടുത്താലും കൂട്ടുകാരി കൊടുത്താലും അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അത് കൊടുക്കുന്നവരുടെ തുറ്റാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല.
അത് എൻ്റെ ഒരു ഇതാണ്. ഇപ്പം എല്ലാവരും ഇങ്ങനെ ആ പെണ്ണിന് കുറ്റം പറയുന്നുണ്ട്. ആ പെണ്ണ് പോയത് തെറ്റാണ്, അങ്ങനെ പോയത് വളരെ തെറ്റാണ്. എന്താ പറയുക, കാരണം ഭർത്താവിൻ്റെ ആളുടെ കൂടെ പോയത് വളരെ, ഭാര്യയുള്ള ആളുടെ കൂടെ പോയത് വളരെ വളരെ തെറ്റാണ്, ഭയങ്കര മോശം കാര്യമാണ്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല, അല്ല യാതൊരു ഇതുമില്ല, ശരിയുമില്ല ഇത്. പക്ഷെ എന്തുകൊണ്ട് പോയി, എന്തുകൊണ്ട് പോയി എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ. എന്തുകൊണ്ടാ പോയത്? ഒരു കാരണം ഉണ്ടാകുമല്ലോ, കാരണം ഉണ്ടാകും. അത് ചിലപ്പം വലിയ കാരണമായിരിക്കാം, ചെറിയ കാരണമായിരിക്കാം, പക്ഷെ ഒരു കാരണം ഉണ്ടാകും. ഒന്നെങ്കിൽ ഭയങ്കര സ്നേഹിച്ചെങ്ങാണ്ട് എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തു വെക്കും, അതും ഒരു കാരണമാണ്. എല്ലാം കൊടുക്കണം, പരിധിക്ക് കൊടുക്കാൻ പാടുള്ളൂ. നമുക്കൊരു വീടുണ്ട് എന്ന് വിചാരിച്ചെങ്ങാണ്ട് നമ്മളെ സ്വന്തം വീടാണ്, അതുകൊണ്ട് വാതിൽ തുറന്നിട്ടെന്ന് പറഞ്ഞാൽ പട്ടിയും പൂച്ചയ്ക്ക് വീട്ടിലുള്ള കയറും. നമ്മളെ സ്വന്തം ഭാര്യ എന്ന് വിചാരിച്ചെങ്ങാണ്ട് നമ്മൾ ഫുൾ സ്വാതന്ത്ര്യം കൊടുത്താൽ എന്താകും? ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. വീടിൻ്റെ വാതിലും ഡോറും അടച്ചിടുന്ന പോലെ തന്നെ നമ്മളെ കുടുംബത്തിൻ്റെ വാതിലും ഡോറും നമ്മൾ അടച്ചിടണം. നമ്മൾ പുറത്തുനിന്ന് അടക്കരുത്, നമ്മളും കൂടി അവരുടെ കൂടെ ഇരുന്നിട്ട് വേണം അതൊക്കെ അടച്ച് സംസാരിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെ ജീവിക്കാൻ. അന്ന് ഒരുവിധം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം ഉണ്ടായിട്ടും പോകുന്നവരാണെങ്കിൽ അത് ചെറുപ്പത്തിലേ അങ്ങനെ ആയി ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഭയങ്കര ഒരു അവാർഡൊക്കെ വാങ്ങിയ ഒരാളുണ്ട്. 1, 2, 3, 4, 5, 6 മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെയൊക്കെ ആകണം. അപ്പൊ അതാണ് ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അല്ലെങ്കിൽ മനസ്സിലായിക്കണോ ഒന്നും എനിക്കറിയില്ല. അത് വെറുതെ ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. കാരണം നമ്മള് ഭർത്താക്കന്മാര് നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കാത്തിടത്തോളം കാലം ഇങ്ങനത്തെ ഓട്ടങ്ങളൊക്കെ ഇനിയും അവിടെ ഇവിടെയൊക്കെ ആവർത്തിക്കും. നമ്മളെ വീട്ടിലൊരു ഇതുണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ശരി. എന്നാൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളുടെ ഭാര്യമാരാണ് സൂക്ഷിക്കേണ്ടത്. ആര്? പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളും. ഒന്ന്, ഇവിടുത്തെ ഒരുപാട് പ്രഷറിലായിരിക്കും പ്രവാസികൾ എന്നുള്ള ഭാര്യമാരും. അവരവിടെ ഒറ്റക്കാണ്, അവർക്കും അതിൻ്റെതായ പ്രഷറുകളും മൂഡ് സ്വിങ്സും ഉണ്ടെന്ന് പ്രവാസത്തിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരും ആലോചിക്കണം. നമ്മൾ ആണാണ്, ആൺ. അതുകൊണ്ട് നമുക്ക് എന്തും പറയാം, അങ്ങനെയൊന്നുമില്ല. നമ്മളൊക്കെ വഴക്ക് പറയാം, നമ്മൾ വഴക്ക് ചിലപ്പം ഒച്ചയിടും ഒക്കെ ചെയ്യും. അത് അവർക്കത് ഫീലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ പോയിട്ട് സോറിയൊക്കെ പറയണം. ഇനി അവര് വഴക്ക് പറയുമ്പോൾ അവരെന്തുകൊണ്ട് വഴക്ക് പറയുന്നു, എന്താ പ്രശ്നം എന്ന് ആ ചൂട് കഴിഞ്ഞാൽ എന്താ ഉണ്ടായത്. ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പൊക്കെ ഉള്ളതാണ്. കട്ടായി കഴിഞ്ഞാൽ എന്താ പറ്റിയത്, എന്താ പ്രശ്നം, എന്താ ഉണ്ടായത് ഒരു വോയിസ് വിട്ടാൽ ആ ചോദ്യത്തിൽ ചിലപ്പോൾ ആ ദേഷ്യം അലിഞ്ഞു പോകും, തിരിച്ചുള്ള ഒരു സോറിയൊക്കെ വരും. ഇത് എന്താടി ഈ ഏർപ്പാടായി കഴിഞ്ഞാല് അപ്പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ സാരല്ലടി പോട്ടെ ശരിയാക്കും. അപ്പുറത്തുനിന്ന് എന്താടാ ഓള് സാരല്ല ജിജിക്ക് കാര്യാക്കണ്ട. ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഭാര്യയോട് വേറൊരാളും ചെയ്യും, ഭർത്താവിന്റെ ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങൾ ഭർത്താവിന്റെ വേറൊരു പെണ്ണും ചെയ്യും. സിമ്പിൾ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ പ്രത്യേകിച്ച് അകന്ന് നിൽക്കുന്ന ആളുകളൊക്കെ മാക്സിമം സ്നേഹിക്കാനൊക്കെ നോക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ ഓർമ്മ വന്ന് അപ്പം അതും കൂടി ആഡ് ചെയ്യാണ്. എന്നാൽ ശരി, വീണ്ടും രണ്ടാമതും ഓക്കെ. ശരി, എന്നാ നമോഭാഗം.